നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് വിറ്റാൽ പോലും ലക്ഷങ്ങൾ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഈ ഒരു പേജ് ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെച്ചോ. പേഴ്സണൽ ഫൈനാൻസ് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കും പഠിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ എന്ത് ആവശ്യത്തിനായാലും മ്യൂച്വൽ ഫണ്ട് വിൽക്കുന്നതിന് മുമ്പ് ടാക്സിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾ ഒരു വർഷത്തിന് മുകളിൽ ഹോൾഡ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് പ്രോഫിറ്റിന്റെ 1.25 lakhsന് പുറമെ 12.5% ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. സിമ്പിൾ ആയി പറഞ്ഞാൽ 10 ലക്ഷം രൂപ ലാഭം വന്നു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കണം. പക്ഷേ ഒരു വീട് വാങ്ങാനോ അത് നിർമ്മിക്കാനോ ആണ് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് സെല് ചെയ്യുന്നതെങ്കിൽ 1 രൂപ പോലും ടാക്സ് അടയ്ക്കേണ്ടതില്ല. സെക്ഷൻ 54F പ്രകാരം മ്യൂച്വൽ ഫണ്ട് വിൽക്കുന്നതിന്റെ ഒരു വർഷം മുമ്പ് വീട് വാങ്ങുകയോ ഇനി അതല്ല വിറ്റതിന് ശേഷം 2 വർഷത്തിനുള്ളിൽ വീട് വാങ്ങുകയോ ഇനി അതല്ല 3 വർഷത്തിനുള്ളിൽ വീട് നിർമ്മിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ട്. പക്ഷേ ഒന്നിൽ കൂടുതൽ വീടുള്ള ആളുകൾക്ക് ഈ സ്കീമിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ഇതിനായി നിങ്ങൾ സെല് ചെയ്തിട്ടുള്ള മുഴുവൻ മ്യൂച്വൽ ഫണ്ട് തുകയും നിങ്ങൾ വീട് നിർമ്മാണത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ടതുണ്ട്. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് വീട് വെക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ITR ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ പണം സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ശ്രദ്ധിക്കേണ്ടത്, പുതിയ വീട് വാങ്ങി 3 വർഷത്തിനുള്ളിൽ തന്നെ വിറ്റ് കഴിഞ്ഞാൽ ഈ ടാക്സ് ബെനിഫിറ്റ് ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ. പേഴ്സണൽ ഫൈനാൻസ് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ ഈ ഒരു പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തോ.